ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വീണ്ടും ഒരു ശനിയാഴ്ച നമ്മുടെ കേരള ബോക്സ് ഓഫീസിനെ തേടിയെത്തിയിരിക്കുകയാണല്ലോ. PVR തിയേറ്ററുകൾ ഇല്ല എങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ 4 സിനിമകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ വൻ തരംഗമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ദിവസം കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 4 സിനിമകളുടെ കേരള പ്രീസെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഞെട്ടിക്കുന്ന ഒരു പ്രീസെയിലുമായിട്ട് ഇപ്പോഴും മുന്നേറുന്നത് ആടുജീവിതം എന്ന സിനിമയാണ്. വെള്ളിയാഴ്ച പ്രീസെയിലായിട്ട് സിനിമ നേടിയെടുത്തത് 60 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ 79 ലക്ഷം കേരള പ്രീസെയിലാണ് ഇന്ന് ശനിയാഴ്ച ദിവസം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പുതുതായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഇന്നത്തെ കേരള പ്രീസെയിൽ കളക്ഷനേക്കാൾ 2-3 ഇരട്ടിക്ക് മുകളിലാണ് ആടുജീവിതം ഇന്നത്തെ കേരള പ്രീസെയിൽ. ജയ് ഗണേഷ് എന്ന സിനിമയ്ക്ക് ഇന്നലത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷനേക്കാൾ അല്പം വർധന ഇന്ന് സിനിമയ്ക്ക് കേരള പ്രീസെയിലുണ്ട്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 19 ലക്ഷത്തോളം രൂപയാണ് ഫൈനൽ പ്രീസെയിലായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇന്നലെ അത് 15 ലക്ഷമായിരുന്നു. അപ്പോൾ ഇന്ന് കളക്ഷൻ വർധന ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ 2 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിലെ വിഷു ഈദ് റിലീസ് സിനിമകളിലെ വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന 2 സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷം ആവേശം. ഈ 2 സിനിമകളുടെയും കേരള പ്രീസെയിൽ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ആവേശം തന്നെയാണ്. ഇന്ന് ശനിയാഴ്ച പ്രീസെയിൽ കളക്ഷനിലെ ലീഡിൽ നിൽക്കുന്നത് 1,73 ലക്ഷം രൂപയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ശനിയാഴ്ച സിനിമ പ്രീസെയിൽ ഗ്രോസ് ആയിട്ട് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ പ്രീസെയിലാണ് ഇന്ന് ശനിയാഴ്ച സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 3 കോടിയെല്ലാം തന്നെ നിസ്സാരമായിട്ട് സിനിമ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മറുവശത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ വമ്പൻ പ്രീസെയിൽ കളക്ഷൻ ഇന്ന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഫൈനൽ പ്രീസെയിൽ കളക്ഷനായിട്ട് പുറത്തു വന്നത് 1,10 ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് ആണെങ്കിൽ ഇപ്പോഴത്തെ 1,53 ലക്ഷത്തിലേക്കാണ് ഇന്ന് ശനിയാഴ്ച ഫൈനൽ പ്രീസെയിലായിട്ട് സിനിമ ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുത്തിരിക്കുന്നത്. ആവേശം പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിസ്സാരമായിട്ട് 3 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരുമെന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിഷുവിന്റെ തലേനാൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് ഇന്ന് ശനിയാഴ്ച വളരെ മികച്ചൊരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. നാളെ ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെക്കാൾ കൂടുതൽ മികച്ച ദിവസമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.